നമസ്കാരം. നിലവറ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഇന്ന് ദുഃഖവെള്ളി. യേശുവിന്റെ പീഡാസഹനത്തിന്റെയും കുരിശുമരണത്തിന്റെയും ഓർമ്മ പുതുക്കി ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ദുഃഖവെള്ളി ആചരിച്ചു. ദേവാലയങ്ങളിൽ ദുഃഖവെള്ളി ആചരണത്തിന്റെ ഭാഗമായി പ്രത്യേക പ്രാർത്ഥനകളും തിരുകർമ്മങ്ങളും നടന്നു. രാവിലെ പ്രാർത്ഥനകളും പ്രത്യേക ശുശ്രൂഷകളും ഉണ്ടായി. പുത്തൻപാന വായന, ദിവ്യകാരുണ്യ ആരാധന, പീഠാനുഭവ വായന, ദിവ്യകാരുണ്യ സ്വീകരണം, തിരുസ്വരൂപ ചുംബനം, നഗരി കാണിക്കൽ, കുരിശിന്റെ വഴി തുടങ്ങിയ തിരുകർമ്മങ്ങളാണ് ദുഃഖവെള്ളി ആചരണത്തിന്റെ ഭാഗമായി ദേവാലയങ്ങളിൽ നടന്നത്. ക്രിസ്തു സഹിച്ച പീഠാനുഭവങ്ങളുടെ പരിസമാപ്തിയാണ് കുരിശുമരണം. കുരിശുമരണത്തിന് മുന്നോടിയായി യേശുവിന്റെ പീഠാനുഭവങ്ങളുടെയും ഗാഗുൽത്ത മലയിലേക്ക് കുരിശും വഹിച്ചുള്ള യാത്രയുടെയും ഓർമ്മ പുതുക്കിയാണ് വിശ്വാസികൾ കുരിശിന്റെ വഴിയിൽ പങ്കെടുത്തത്. മനുഷ്യകുലത്തിന്റെ പാപമോചനത്തിനായി ദൈവപുത്രൻ സ്വയം ബലിയായി തീർന്നതിന്റെ സ്മരണയിൽ ദേവാലയങ്ങളിൽ നടന്ന തിരുകർമ്മങ്ങളിൽ നൂറുകണക്കിന് വിശ്വാസികളാണ് പങ്കെടുത്തത്. 50 ദിവസം നീണ്ടുനിൽക്കുന്ന വലിയ നോമ്പാചരണത്തിലെ ഏറ്റവും പ്രാധാന്യമേറിയ ചടങ്ങുകളും പ്രാർത്ഥനകളുമാണ് ദുഃഖവെള്ളി ആചരണത്തിന്റെ ഭാഗമായി ദേവാലയങ്ങളിലും ക്രൈസ്തവ ഭവനങ്ങളിലും നടന്നത്. മരണത്തെ ജയിച്ച് 3-ാം നാൾ ക്രിസ്തു ഉയർന്നെഴുന്നേൽക്കുന്ന ഉയിർപ്പിന്റെ തിരുനാളോടെ 50 ദിവസം നീണ്ടുനിന്ന വലിയ നോമ്പാചരണത്തിന് സമാപനമാകും. CCTV ന്യൂസ്, കേച്ചേരി. CCTV തിച്ചൂർ മേഖല കേബിൾ TV ഓപ്പറേറ്ററും കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ COA കുന്നംകുളം മേഖലാ കമ്മിറ്റി മുൻ പ്രസിഡന്റുമായിരുന്ന തിച്ചൂർ പുറയം കുമരത്ത് വീട്ടിൽ രാധാകൃഷ്ണൻ നിര്യാതനായി. 64 വയസ്സായിരുന്നു. അർബുദം ബാധിച്ച് ചികിത്സയിൽ കഴിയവെ വ്യാഴാഴ്ച രാത്രി 9 മണിയോടുകൂടിയായിരുന്നു അന്ത്യം. സ്വവസതിയിൽ നടത്തിയ പൊതുദർശനത്തിൽ സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ജനപ്രതിനിധികളും കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഭാരവാഹികളും മാധ്യമരംഗത്തുള്ളവരും ഉൾപ്പെടെ നിരവധി പേർ അന്തിമോപചാരം അർപ്പിക്കാനായി എത്തിച്ചേർന്നു. 20 വർഷത്തോളമായി തിച്ചൂർ മേഖലയിൽ കേബിൾ TV ഓപ്പറേറ്ററായി സേവനം നൽകിവരുന്ന രാധാകൃഷ്ണൻ നാട്ടുകാർക്കും സഹപ്രവർത്തകർക്കും ഏറെ പ്രിയപ്പെട്ടവനായിരുന്നു. കേബിൾ TV ഒരു തൊഴിൽ മേഖല എന്നതിലുപരി അതൊരു സാമൂഹിക പ്രവർത്തനം കൂടിയാണെന്ന കാഴ്ചപ്പാടായിരുന്നു രാധാകൃഷ്ണന്. നാട്ടിലെ സാമൂഹിക സാംസ്കാരിക കലാപരിപാടികളോടൊപ്പവും ഉത്സവങ്ങളോടും ചേർന്ന് നിന്ന് അത് CCTV, TCV ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ വഴി പൊതുസമൂഹത്തിലെത്തിച്ച് നാടിന്റെ പ്രശസ്തി ഉയർത്തുന്നതിൽ രാധാകൃഷ്ണൻ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ചിരിച്ച മുഖവും സൗമ്യമായ പെരുമാറ്റവുമാണ് രാധാകൃഷ്ണന് നാട്ടുകാരുടെ മനസ്സിൽ ഇടം നൽകിയത്. അതിനാൽ തന്നെ അന്തിമോപചാരമർപ്പിക്കാൻ നിരവധി പേരാണ് എത്തിച്ചേർന്നത്. ആലത്തൂർ UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് വ്യാഴാഴ്ച രാവിലെ രാധാകൃഷ്ണനെ കാണാനെത്തിയിരുന്നു. മന്ത്രിയും LDF സ്ഥാനാർത്ഥിയുമായ രാധാകൃഷ്ണന് വേണ്ടി പ്രതിനിധിയും CPM ജില്ലാ കമ്മിറ്റി അംഗവുമായ KK മുരളീധരൻ അന്തിമോപചാരമർപ്പിച്ചു. പട്ടികജാതി വികസന കോർപ്പറേഷൻ ചെയർമാനും മുൻ MLAയുമായ UR പ്രദീപ്, വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ, വരവൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK ബാബു, മെമ്പർ അനിത, COA സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷ് കുമാർ, മുൻ സെക്രട്ടറി രാജൻ നമ്പീശൻ, COA മുൻ ജില്ലാ പ്രസിഡന്റ് അമ്പലപ്പാട്ട് മണികണ്ഠൻ തുടങ്ങിയവരും അന്തിമോപചാരമർപ്പിച്ചു. COA ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് TD സുഭാഷ്, സെക്രട്ടറി P ആന്റണി, സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി CA ബൈജു, കുന്നംകുളം മേഖലാ കമ്മിറ്റി സെക്രട്ടറി KV അബ്ദുൾ അസീസ്, വൈസ് പ്രസിഡന്റ് പ്രേംരാജ്, ട്രഷറർ PM മനോജ് എന്നിവരും CCTV ചെയർമാൻ KC ജോൺസൺ, ഡയറക്ടർമാരായ KM എഡ്വിൻ, KC ജോസ്, അനന്തരാമൻ, ഷാജി വി ജോസ്, PM സോമൻ, CS സുരേഷ്, V ശശികുമാർ, മുൻ മാനേജിംഗ് ഡയറക്ടർ KT സഹദേവൻ, CCTV മാനേജർ സിൻഡോ ജോസ്, കോർഡിനേറ്റർ ജോസ് മാളിയേക്കൽ, സീനിയർ എഡിറ്റർമാരായ PS ടോണി, രമ്യ സനിൽ, COA കേച്ചേരി മേഖലയ്ക്ക് വേണ്ടി പ്രസിഡന്റ് പോൾ ജേക്കബ്, AS പ്രസാദ്, വടക്കാഞ്ചേരി മേഖലയ്ക്ക് വേണ്ടി VP മധു, ചന്ദ്രൻ, ശ്രീജിത്ത്, ബക്കർ എന്നിവരും അന്തിമോപചാരം അർപ്പിച്ചു. എരുമപ്പെട്ടി പ്രസ് ക്ലബിനു വേണ്ടി പ്രസിഡന്റ് റഷീദ് എരുമപ്പെട്ടിയും CCTV എരുമപ്പെട്ടി ബ്യൂറോയ്ക്ക് വേണ്ടി റിപ്പോർട്ടർ KR രാധികയും പുഷ്പചക്രം സമർപ്പിച്ചു. സംസ്കാരം വൈകിട്ട് 5 മണിക്ക് ഷൊർണൂർ പൊതുശ്മശാനത്തിൽ നടന്നു. യശോദ ഭാര്യയാണ്. രാധിക, രതീഷ് എന്നിവർ മക്കളും കൃഷ്ണകുമാർ, ആതിര എന്നിവർ മരുമക്കളുമാണ്. ശങ്കരൻകുട്ടി, ഉഷാദേവി എന്നിവർ സഹോദരങ്ങളാണ്. CCTV ന്യൂസ്, എരുമപ്പെട്ടി. ഷൊർണൂരിൽ ചന്ദനമരം മുറിച്ച് കടത്തി വിൽക്കാൻ ശ്രമിക്കുന്നതിനിടെ 3 പേർ വനംവകുപ്പിന്റെ പിടിയിലായി. ഇവരിൽ നിന്ന് 8.5 കിലോ ചന്ദനവും പിടികൂടി. തിരുവനന്തപുരത്തെ ഫോറസ്റ്റ് ഫ്ലൈയിംഗ് സ്ക്വാഡിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ചന്ദനമരം മുറിച്ച് കടത്തി വിൽക്കാൻ ശ്രമിക്കുന്നതിനിടെ 3 യുവാക്കൾ വനംവകുപ്പിന്റെ പിടിയിലായത്. ഷൊർണൂർ കണയം
ചെമ്മകുന്ന് വീട്ടിൽ 26-കാരനായ വിഷ്ണുദാസ്, പുൽക്കുന്നിമഠത്തിൽ 27-കാരനായ അഭിലാഷ്, പുൽക്കുന്നിമഠത്തിൽ 38-കാരനായ രാജേഷ് എന്നിവരാണ് പിടിയിലായത്. ഇവരിൽ നിന്നും 8.5 കിലോ ചന്ദനവും പിടിച്ചെടുത്തു. ചെർപ്പശ്ശേരി തൂത വിട്ടിക്കാട് ഭാഗത്ത് നിന്ന് മുറിച്ച ചന്ദനം വിഷ്ണുദാസും അഭിലാഷും ചേർന്ന് രാജേഷിന് വിൽക്കാൻ ശ്രമിക്കുന്നതിനിടെയായിരുന്നു അറസ്റ്റ്. ഫ്ലൈയിങ് സ്ക്വാഡ് DFO ജയപ്രകാശ്, സ്ക്വാഡ് റേഞ്ച് ഓഫീസർ സനൂപ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത്. കേസിന്റെ തുടരന്വേഷണത്തിനായി ഒറ്റപ്പാലം റേഞ്ച് ഓഫീസർക്ക് ഇവരെ കൈമാറി. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തെ അനുസ്മരിച്ച് ദുഃഖവെള്ളി ആചരിച്ചു. രാവിലെ പ്രഭാത നമസ്കാരത്തോടുകൂടിയാണ് ശുശ്രൂഷകൾ ആരംഭിച്ചത്. 3-ാം മണി നമസ്കാരത്തിന് ശേഷം ഗാഗുൽത്ത മലയിലേക്ക് യേശുക്രിസ്തു കുരിശും വഹിച്ചു പോകുന്നതിനെ അനുസ്മരിച്ച് പള്ളിക്ക് ചുറ്റും വികാരി ഫാദർ ഡിൽജോ ഏലിയാസ് സ്ലീബ വഹിച്ച പ്രദക്ഷിണം നടത്തി. തുടർന്ന് 6-ാം മണി 9-ാം മണി നമസ്കാരങ്ങൾക്ക് ശേഷം ദുഃഖവെള്ളി അനുസ്മരണ വചന സന്ദേശവും നടത്തി. പഴമ വായന, സ്ലീഹ വായന, ഏവൻഗേലിയോൻ വായനയ്ക്ക് ശേഷം സ്ലീബാവന്ദനത്തിന്റെ ശുശ്രൂഷ തുടങ്ങി. യേശുവിനെ അടക്കം ചെയ്യുന്നതിനെ അനുസ്മരിച്ച് പള്ളിക്ക് പുറത്ത് പൊൻവെള്ളി കുരിശുകളുടെ അകമ്പടിയോടെ 2ാമത്തെ പ്രദക്ഷിണം, സ്ലീബ ആഘോഷം, തുടർന്ന് കബറടക്കവും നടന്നു. വിശ്വാസ പ്രമാണത്തോടുകൂടി ദുഃഖവെള്ളി ശുശ്രൂഷകൾ സമാപിച്ചു. യേശുവിനെ ദാഹിച്ചപ്പോൾ കയ്പും കൊടിയും നൽകിയതിനെ അനുസ്മരിച്ച് വിശ്വാസികൾ എല്ലാവരും കയ്പുനീര് ഭക്ഷിച്ചു. കടുമാങ്ങയും കഞ്ഞി നേർച്ചയും ഉണ്ടായി. വികാരി ഫാദർ ഡിൽജോ ഏലിയാസ് കൂരൻ, ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവരടങ്ങിയ മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകി. CCTV ന്യൂസ്, തൃത്താല. സാഹചര്യങ്ങൾ പ്രതികൂലമാണെങ്കിലും തെരഞ്ഞെടുപ്പ് പ്രധാനമെന്ന് മനസ്സിലാക്കാൻ ഓരോ പ്രവർത്തകർക്കും കഴിയണമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CAM കരീം പറഞ്ഞു. പട്ടാമ്പിയിൽ UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു CAMA കരീം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായാണ് UDF പട്ടാമ്പി നിയോജകമണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. മേലെ പട്ടാമ്പി കോൺഗ്രസ് ഭവനിൽ ചേർന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസും ആരംഭിച്ചിട്ടുള്ളത്. മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CAMA കരീം ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ചൂട് പ്രവർത്തനത്തിലേക്ക് എത്തുന്നേയുള്ളൂ. സാഹചര്യങ്ങൾ പ്രതികൂലമാണെങ്കിലും തിരഞ്ഞെടുപ്പ് പ്രധാനമെന്ന് മനസ്സിലാക്കാൻ ഓരോ പ്രവർത്തകർക്കും കഴിയണമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CAMA കരീം ഓർമ്മപ്പെടുത്തി. പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടം ആർക്കും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ലാത്തത്ര വളരെ ഗൗരവമുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നമ്മൾ പറയാറുണ്ട്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ വളരെ സങ്കീർണവും നിർണായകവുമായ തെരഞ്ഞെടുപ്പാണ്. എന്നാൽ ഇന്ന് ചിന്തിക്കുന്നവർക്കും രാജ്യത്തിൻ്റെ പോക്ക് മനസ്സിലാക്കുന്നവർക്കും ഈ തെരഞ്ഞെടുപ്പ് എന്തായിരിക്കും എന്നുള്ളത് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇനി മറ്റൊരു തെരഞ്ഞെടുപ്പിനെ നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരുമോ എന്ന് പോലും സംശയിക്കേണ്ട ഒരു സാഹചര്യമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ അത്രമാത്രം ഇതിനെപ്പറ്റി സൂചിപ്പിക്കുന്നു. എന്തായാലും ഇതിൻ്റെ എല്ലാം സീരിയസ്നെസ് മനസ്സിലാക്കുന്നവരാണ് എൻ്റെ മുമ്പിലുള്ളവർ എന്നതുകൊണ്ട് സമയം എനിക്ക് പരത്തി പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഉള്ള സമയം പൂർണ്ണമായും ഉപയോഗപ്പെടുത്തുവാൻ നമുക്ക് കഴിയണം. പ്രതികൂലമായ കാലാവസ്ഥയാണ്, നമുക്ക് മാത്രമല്ല കാലാവസ്ഥയുടെ ചൂടും അതുപോലെ തന്നെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നോമ്പും അതെല്ലാം തന്നെ ഇതിൻ്റെ പ്രവർത്തനങ്ങളെ നിർവഹിക്കുന്നതിനുള്ള കാരണങ്ങളാവും. പക്ഷെ എന്നിരുന്നാലും അതിനേക്കാൾ എല്ലാം ഉപരി തെരഞ്ഞെടുപ്പാണ് പ്രധാനം എന്ന് നമുക്ക് മനസ്സിലാക്കി ഉള്ള സമയങ്ങൾ അതിനുവേണ്ടി ഉപയോഗപ്പെടുത്താൻ കാരണം നമ്മൾ രംഗത്തിറങ്ങുന്നതോടൊപ്പം നമ്മൾ മറ്റുള്ളവരെ പ്രേരിപ്പിച്ച് ഇറക്കാൻ നമ്മൾ കഴിയണം. മുൻ MLA CP മുഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി. രാഷ്ട്രീയ പ്രാധാന്യത്തെക്കുറിച്ച് എല്ലാവർക്കും ബോധ്യമുണ്ട്. ഒരു തെരഞ്ഞെടുപ്പിൽ അത് മാത്രം പോരാ, ക്രിയാത്മകമായ പ്രവർത്തനമാണ് വേണ്ടത്. ഇവിടെ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട് എന്നറിഞ്ഞ് നേരത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പ്രവർത്തനം തുടങ്ങി. എല്ലാവരുടെയും ഒരു ആദി ഇത്രയും ദിവസം ഈ കൊടും വേനൽ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതായിരുന്നു. അപ്പോൾ പട വന്ന് പടിക്കൽ കയറി. ഈ പട വന്ന് പടിക്കൽ കയറിയ ഈ സന്ദർഭത്തിൽ നമ്മൾ എണ്ണി നോക്കുമ്പോൾ 1 മാസം പോലും ബാക്കിയില്ല. ഒരുപാട് ആളുകൾ നോമ്പ് കാലമായതുകൊണ്ട് പ്രവർത്തനത്തിന് ബുദ്ധിമുട്ടുണ്ട് എന്ന പരാതിയും പറഞ്ഞു. നോമ്പ് 11-ാം തീയതിയോടുകൂടി നോമ്പ് കഴിയും. കാരണം ഫെബ്രുവരി 12-ാം തീയതിയാണ് നോമ്പ് ആരംഭിച്ചത്. KP വാപ്പുട്ടി അധ്യക്ഷനായിരുന്നു. നേതാക്കളായ ജിതേഷ് മോഴിക്കുന്നം, KR നാരായണസ്വാമി, കമ്മുക്കുട്ടി എടത്തോൾ, PK ഉണ്ണികൃഷ്ണൻ, E മുസ്തഫ, AP രാമദാസ്, അഡ്വക്കേറ്റ് മുഹമ്മദ് അലി മറ്റാന്തരം, അഡ്വക്കേറ്റ് രാമദാസ്, മറ്റു UDF നേതാക്കളും പങ്കെടുത്ത് സംസാരിച്ചു.
ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പൗരത്വ ഭേദഗതിക്കെതിരെ വനിതാ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. മഹിളാ അസോസിയേഷൻ സെക്രട്ടറി VP റെജീന സ്വാഗതം പറഞ്ഞു. പ്രസിഡന്റ് ശാരദ അധ്യക്ഷയായി. CPM ജില്ലാ കമ്മിറ്റി അംഗം VK ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. രമണി ടീച്ചർ നന്ദി പറഞ്ഞു. ജില്ലാ അതിർത്തിയായ കോതച്ചിറ കടങ്ങോട് ഭാഗത്തെ വനമേഖലയിൽ വൻ തീപിടുത്തം. കടങ്ങോട് സ്വകാര്യ ക്വാറി പ്രവർത്തിക്കുന്ന ഭാഗങ്ങളിലുള്ള വനപ്രദേശത്ത് തീ ഉയർന്നത് പരിഭ്രാന്തിക്കിടയാക്കി. കൊച്ചി സീമാക്കാടിനോടും മുള്ളൻകുന്നിനോടും ചേർന്ന 50 ഹെക്ടറിലധികം പ്രദേശം സ്വകാര്യ വ്യക്തികളുടെ കൈവശത്തിലുള്ളതാണ്. ഇതിന്റെ വലിയൊരു ഭാഗം കരിങ്കൽ ക്വാറികളാണ് പ്രവർത്തിക്കുന്നത്. തൃശൂർ പാലക്കാട് ജില്ലയുടെ അതിർത്തി പ്രദേശമായ ഇവിടെ സ്വകാര്യ വ്യക്തികളുടെ ഹെക്ടർ കണക്കിന് റബ്ബർ കൃഷിയുമുണ്ട്. കുറച്ചുഭാഗം സർക്കാർ അധീനതയിലുള്ള മിച്ച ഭൂമിയുമാണ്. തൃശൂർ ജില്ലയിൽപ്പെടുന്ന കടങ്ങോട് വില്ലേജിൽ 15 ഹെക്ടറിലധികം റബ്ബർ കൃഷിയുടെ അടിഭാഗവും 20 ഏക്കറോളം വരുന്ന കാടുപ്രദേശവുമാണ് അഗ്നിക്കിരയായത്. സ്വകാര്യ വ്യക്തികൾ മാലിന്യം കൊണ്ടുവന്ന് തള്ളിയതിനാൽ നിന്നാകാം തീ പടർന്നത് എന്നാണ് പറയുന്നത്. റബ്ബർ മേഖലയിൽ നിന്ന് വളർന്നു നിൽക്കുന്ന ഉണങ്ങിയ തീപ്പയറിലേക്ക് തീ പടർന്നതോടെയാണ് മറ്റ് സ്ഥലങ്ങളിലേക്കും തീ പടരാനിടയായത്. രാത്രി 9 മണിയോടെ കുന്നംകുളത്ത് നിന്ന് അഗ്നിശമന സുരക്ഷാ വിഭാഗത്തിന്റെ 2 യൂണിറ്റ് വാഹനമെത്തിയാണ് തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തിയത്. പുലർച്ചെ 1 മണിയോടെയാണ് തീ അണച്ചത്. സമീപമുള്ള പാലക്കാട് ജില്ലയിലെ കോതച്ചിറ വനമേഖലയുടെ ചെറിയൊരു ഭാഗത്തേക്ക് മാത്രമാണ് തീ പടർന്നത്. വനമേഖലയിലേക്ക് ശക്തമായ തീ പടരാതിരുന്നത് വലിയ അപകടം ഒഴിവാക്കി. 150 ഹെക്ടറിലധികം തേക്കിൻകാടും സ്വാഭാവിക വനവും നിലനിൽക്കുന്ന പ്രദേശമാണ് കോതച്ചിറ വനമേഖല. ഈ പ്രദേശങ്ങളിൽ നിരവധി മയിലുകൾ, കാട്ടുപന്നികൾ, കുരങ്ങുകൾ, കാട്ടുപക്ഷികൾ എന്നിവ അധിവസിക്കുന്ന മേഖല കൂടിയാണ്. ഒഴിവു ദിവസങ്ങളിൽ നിരവധി പക്ഷി നിരീക്ഷകരും കാട് കാണാൻ എത്തുന്നവരും കോതച്ചിറ കടങ്ങോട് വനപ്രദേശത്ത് എത്താറുണ്ട്. കരിങ്കൽ ക്വാറിയോട് ചേർന്ന് നിൽക്കുന്ന 20 ഏക്കറിലധികം സ്ഥലവും അഗ്നിക്കിരയായി. കുന്നംകുളത്തെ അഗ്നിശമന സേനാ വിഭാഗം സ്റ്റേഷൻ ഓഫീസർ P. വൈശാഖ്, സീനിയർ ഫയർ ഓഫീസർ രവീന്ദ്രൻ, CT ഷൈജു, P. പവിത്രൻ, MG ശ്യാം, U. ഷിനോജ്, MG ആദർശ്, ശരത് S. കുമാർ, ശരത് ചാലിൽ എന്നിവരാണ് സുരക്ഷാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. CCTV ന്യൂസ്, തൃത്താല. ചെമ്മലശ്ശേരി കിളിക്കുന്നുകാവ് പൂരാഘോഷത്തിനായി ഒരുങ്ങി. ഏപ്രിൽ 1 മുതൽ 9 വരെയാണ് പൂരാഘോഷം. ഏപ്രിൽ 7-ന് 1000 അമ്മമാർ ഒരുമിച്ചിരുന്ന് ലളിത സഹസ്രനാമം ജപിച്ചുകൊണ്ടുള്ള സർവൈശ്വര്യ പൂജായജ്ഞം ഉണ്ടായിരിക്കുമെന്ന് ഭാരവാഹികൾ പട്ടാമ്പിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പാലക്കാട് മലപ്പുറം ജില്ലാ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന പുലാമന്തോൾ ചെമ്മലശ്ശേരി കിളിക്കുന്നുകാവ് ബോധിക്ഷേത്രത്തിലെ ഉത്സവാഘോഷങ്ങൾക്കാണ് ഏപ്രിൽ 1-ന് തുടക്കം കുറിക്കുന്നത്. ഏപ്രിൽ 1 മുതൽ ഏപ്രിൽ 9 വരെയാണ് ക്ഷേത്രത്തിലെ പൂരാഘോഷമെന്ന് ഭാരവാഹികൾ പട്ടാമ്പിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പൂരാഘോഷത്തോടനുബന്ധിച്ച് വൈവിധ്യങ്ങളായ പരിപാടികളാണ് നടത്തുന്നത്. ഏപ്രിൽ 7-ന് ഞായറാഴ്ച രാവിലെ 8 മണിക്ക് 1000 അമ്മമാർ ഒരുമിച്ചിരുന്ന് ഒരേ സമയം ലളിത സഹസ്രനാമം ജപിച്ചുകൊണ്ടുള്ള സർവേശ്വര പൂജ ഉണ്ടായിരിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. കേരളത്തിൽ ആദ്യമായിട്ടായിരുന്നിരിക്കണം, നമ്മുടെ അറിവിൽപ്പെട്ടിടത്തോളം ആദ്യമായിട്ടാണ് 1000-ലധികം പേരെ സംഘടിപ്പിച്ചുകൊണ്ട് ലളിതാ സഹസ്രനാമ സർവൈശ്വര്യ പൂജയായിട്ട് ചെയ്യുന്നത്. 1000 പേരും പൂജ ചെയ്യുന്ന ഒരു ചടങ്ങായിട്ട് ഇത് ചെയ്യണം. ഭൗതികമായ ഉന്നതി ഉണ്ടെങ്കിലും സമൂഹത്തിൽ ഇപ്പോഴും ധാർമ്മിക മൂല്യങ്ങൾ കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതിൽ നമ്മൾക്കുപരിയായൊരു ശക്തി ഉണ്ടെന്ന് മനസ്സിലാക്കി അതിൻ്റെ നിയമങ്ങളെ പാലിച്ച് ജീവിക്കാനുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുക എന്നുള്ളത് മാത്രമാണ്. മൂല്യബോധമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുക എന്നുള്ളതാണ് അതിനുള്ള പരിഹാരം. അത് ഓരോ ഋഷീശ്വരന്മാരുടെയും ഈശ്വരശക്തികളുടെയും നേർക്കാഴ്ചകൾ കണ്ട രീതിയിൽ വിവിധ മതങ്ങളിലൂടെയും ഇസങ്ങളിലൂടെയൊക്കെ ആയിട്ട് അത് ആചരിക്കുന്നുണ്ട്. നമ്മൾ സനാതനധർമ്മത്തിൻ്റെ വക്താക്കളായതുകൊണ്ട് സനാതനധർമ്മത്തിൽ പറയുന്ന ഈ കാര്യങ്ങളെ, ആ ഈശ്വര ചിന്തയെ, ആ ധാർമ്മിക മൂല്യങ്ങളെ ഇത്തരത്തിൽ ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയാണ്. ഇതിനോടൊപ്പം തന്നെ ക്ഷേത്രം, ഇപ്പോൾ കിളിക്കുന്നുകാവ് ഭഗവതി ക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കാലമായി കൊണ്ട് തന്നെ സാമൂഹ്യ മേഖലയിൽ വളരെ നല്ല രീതിയിൽ ഇടപെടുന്ന ഒരു ക്ഷേത്രമാണ്. ശക്തയം എന്ന പേരിലാണ് 1000 നാമങ്ങൾ ജപിച്ച് അർച്ചന നടത്തുന്നത്. ദശലക്ഷാർച്ചനയ്ക്ക് തുല്യമായാണ് ഇതിനെ കണക്കാക്കുന്നത്. ലളിത സഹസ്രനാമ പ്രചരണത്തിനായി കഴിഞ്ഞ 80 ദിവസങ്ങളിലധികമായി ക്ഷേത്രതട്ടത്തിനകത്തും പരിസര പ്രദേശങ്ങളിലുമായി 100ഓളം ലളിത സഹസ്രനാമ പഠനക്കളരിയും ഓൺലൈനായും നേരിട്ടും നടത്തിയിരുന്നു. യജ്ഞത്തിന്റെ ഭാഗമായി വീടുകളിൽ സഹസ്രനാമ നിത്യപാരായണവും നടത്തി വരുന്നുണ്ട്. ഓരോ വ്യക്തിയുടെ ഭൗതികവും ആധ്യാത്മികവുമായ പുരോഗതിക്കും സനാതനധർമ്മ പ്രചരണാർത്ഥവും നടത്തപ്പെടുന്ന യജ്ഞത്തിന് പ്രസാദ് പുളിക്കലാണ് നേതൃത്വം നൽകുന്നത്. ഏപ്രിൽ 1-നാണ് ഉത്സവാഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിക്കുന്നത്. അന്നേ ദിവസം വൈകുന്നേരം തിരുവാതിരക്കളി, കോലാട്ടം, സോപാന, സംഗീതാഞ്ജലി, തായമ്പുക എന്നിവ ഉണ്ടായിരിക്കും. ഏപ്രിൽ 2-ന് നൃത്തനൃത്യങ്ങൾ, മഹാഭഗവത് സേവ, തായമ്പുക എന്നിവയും ഏപ്രിൽ 3-ന് കലവറ നിറയ്ക്കൽ, ഭക്തിഗാനസുധ, തായമ്പുക, നൃത്തനൃത്യങ്ങൾ എന്നിവയും ഏപ്രിൽ 4-ന് പൂരം മുളയിടലും നടക്കും. രാത്രി മിനി ബാലയും ഉണ്ടായിരിക്കും. ഏപ്രിൽ 5-ന് കുട്ടികളുടെ ഭജൻസ്, തായമ്പുക, നൃത്താഞ്ജലി, ഫ്യൂഷൻ, തിരുവാതിര
എന്നിവയും ഏപ്രിൽ 6-ന് ഉപകരണ സംഗീതാർച്ചന, ചാക്യാർകൂത്ത്, വിശേഷാൽ കേളി തുടങ്ങിയ പരിപാടികളും ഉണ്ടായിരിക്കും. ഏപ്രിൽ 7-ന് രാവിലെ ലളിത സഹസ്രനാമ സർവേശ്വര പൂജയും വൈകുന്നേരം കിളിക്കുന്നുകാവ് ഭദ്രപ്രിയ പുരസ്കാര സമർപ്പണവും നടക്കും. നജീബ് കാന്തപുരം MLA ആണ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുക. മഹാമഹിമ കോഴിക്കോട് സാമൂതിരിരാജ പ്രതിനിധി പുരസ്കാര സമർപ്പണം നിർവഹിക്കും. കൃഷ്ണപുരത്ത് മുരളിക്കാണ് ഇത്തവണ പുരസ്കാരം നൽകുന്നത്. ഏപ്രിൽ 8-ന് സമൂഹ തിരുവാതിരക്കളി, പഞ്ചാരിമേളം, പള്ളിവേട്ട, പാണ്ടിമേളത്തോടു കൂടിയുള്ള മടക്കം തുടങ്ങിയ പരിപാടികളും ഉണ്ടായിരിക്കും. 9-ന് ആറാട്ടും വേലാഘോഷവരവും നടക്കും. ഏപ്രിൽ 1-ാം തീയതി മുതൽ 9-ാം തീയതി വരെ ക്ഷേത്രത്തിൽ നടക്കുന്ന ഉത്സവത്തിന്റെ ഭാഗമായി 1000 പേര് ഒരുമിച്ച് പങ്കെടുത്തുകൊണ്ട് ഒരേ സമയം ലളിതാ സഹസ്രനാമം പാരായണം ചെയ്തുകൊണ്ട് സർവേശ്വര പൂജ നടത്തുകയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ സാധാരണ 1000 പേരും 2000 പേരൊക്കെ ഇരുന്ന് ഒരു പക്ഷേ പാരായണം എന്ന ചടങ്ങ് നടത്താറുണ്ട്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ 1000 പേര് ഒരുമിച്ചിരുന്ന് അർച്ചനയും പൂജയും ചെയ്യുന്നത് ഒരു പക്ഷേ കേരള സംസ്ഥാനത്തിൽ തന്നെ ആദ്യമായിട്ട് നടത്തപ്പെടുന്ന ഒരു പരിപാടിയായിരിക്കും. അതിന് പ്രത്യേകം സജ്ജമാക്കിയ യജ്ഞശാലയും ഒക്കെയാണ് നമ്മൾ അവിടെ ചെയ്തിട്ടുള്ളത്. പിന്നെ മറ്റൊരു പ്രത്യേകത, ഇതേ സമയത്ത് തന്നെ ക്ഷേത്രത്തിൻ്റെ അകത്ത് ശ്രീകോവിലിൽ ക്ഷേത്രം തന്ത്രി അണ്ടലാടി നാരായണ നമ്പൂതിരിപ്പാടിൻ്റെ, അതേപോലെ ക്ഷേത്രം മേൽശാന്തി വേദശാസ്ത്ര വിശാരദ് കൃഷ്ണമുരാരി ഭട്ടിൻ്റെയും കാർമ്മികത്വത്തിൽ വേദമന്ത്രാർച്ചനയും ഒരേ സമയം നടത്തപ്പെടുന്നു. ട്രസ്റ്റിന് കീഴിലാണ് ക്ഷേത്രത്തിന്റെ പ്രവർത്തനം. ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ക്ഷേത്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടപ്പാക്കി വരുന്നുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ ട്രസ്റ്റ് ചെയർമാൻ CV മുരളി, മറ്റു ഭാരവാഹികളായ MK കരുണാകരൻ, M വേണുഗോപാൽ, P ഗോപിനാഥൻ, അനിൽ ശ്രീമാധവം, യജ്ഞാചാര്യൻ, തത്തരസികൻ പ്രസാദ് പുളിക്കൽ എന്നിവരും ഇതേക്കുറിച്ച് വിശദീകരിച്ചു. BNAയുടെ പട്ടാമ്പി ചാപ്റ്ററിന്റെ പുതിയ ഭാരവാഹികൾ സ്ഥാനമേറ്റു. കഴിഞ്ഞ 2 വർഷമായി 30-ലധികം സംരംഭകർക്കും 15 കോടി രൂപയുടെ ബിസിനസ് നടത്തുവാൻ ഈ കൂട്ടായ്മയിലൂടെ സാധിച്ചുവെന്ന് ഭാരവാഹികൾ പട്ടാമ്പിയിൽ പറഞ്ഞു. ആഗോള സംരംഭക കൂട്ടായ്മയായ ബിസിനസ് നെറ്റ്വർക്ക് ഇന്റർനാഷണലിലെ പട്ടാമ്പി ചാപ്റ്ററിന്റെ പുതിയ ഭാരവാഹികളാണ് സ്ഥാനമേറ്റിരിക്കുന്നത്. സംരംഭകരുടെ വ്യക്തിബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നതിലൂടെ ബിസിനസ് റഫറൻസ് കൈമാറിക്കൊണ്ട് സംരംഭങ്ങളുടെ വിറ്റുവരവ് 10 മടങ്ങാക്കുക എന്നതാണ് BNAയുടെ ലക്ഷ്യമെന്ന് ഭാരവാഹികൾ പട്ടാമ്പി പ്രസ് ക്ലബ്ബിൽ ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 80-ലധികം രാജ്യങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കൂട്ടായ്മയാണ് BNI. 3 വർഷം മുമ്പാണ് പട്ടാമ്പിയിൽ കൂട്ടായ്മയുടെ പ്രവർത്തനം ആരംഭിച്ചത്. 3-ാം വർഷത്തേക്കുള്ള സാരഥികളുടെ സ്ഥാനാരോഹണമാണ് നടന്നത്. പുതിയ പ്രസിഡന്റായി അലി അക്ബർ പറമ്പിലിനെയും വൈസ് പ്രസിഡന്റായി KC ശ്രീരാജിനെയും സെക്രട്ടറി ആൻഡ് ട്രഷററായി AP ലീന പരമേശ്വരനെയുമാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. കഴിഞ്ഞ 2 വർഷമായി 30-ലധികം സംരംഭകരും റഫറൻസിലൂടെ 15 കോടി രൂപയുടെ ബിസിനസ് നടത്തുവാൻ BNIക്ക് കഴിഞ്ഞെന്നും ഭാരവാഹികൾ പറഞ്ഞു. ആഗോള സംരംഭക കൂട്ടായ്മയാണ് BNI എന്ന് പറയുന്നത്, ബിസിനസ് നെറ്റ്വർക്ക് ഇന്റർനാഷണൽ. അതിൻ്റെ പട്ടാമ്പി യൂണിറ്റ് BNI ഫാസ്റ്റേഴ്സ് എന്നുള്ളൊരു ചാപ്റ്റർ 2 വർഷത്തിലധികമായി പട്ടാമ്പിയിൽ പ്രവർത്തിച്ചു വരുന്നു. 3-ാം വർഷത്തേക്കുള്ള പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം ഇന്ന് രാവിലെ നടന്നു. അതിനോടനുബന്ധിച്ചാണ് നമ്മളിങ്ങനെ ഒരു പ്രസ് മീറ്റ് വിളിച്ചിട്ടുള്ളത്. BNI എന്ന് പറയുന്നത് ഇന്ന് 1985 തുടങ്ങിയതാണ്. നമ്മൾ 40 വർഷമായി തുടങ്ങിയിട്ട്, 40 വർഷമാകുമ്പോൾ ഇപ്പോൾ അത് 80 രാജ്യങ്ങളിൽ വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ത്യയിലും വന്നിട്ട് ഇപ്പോൾ 20 വർഷമായി. പാലക്കാട് ജില്ലയിൽ പ്രവർത്തനം തുടങ്ങിയിട്ട് 3 വർഷമായുള്ളൂ. പട്ടാമ്പിയിൽ 2 വർഷം കഴിഞ്ഞു. ഇപ്പോൾ BNIയുടെ പ്രവർത്തനം എന്ന് പറയുന്നത് സംരംഭകരാണ്, ഒരു എസ്റ്റാബ്ലിഷ് ആയ ബിസിനസ്സുകാരനാണ് അതിൽ മെമ്പറായിട്ടുണ്ടാവുക. അങ്ങനെ ബിസിനസ്സുകാർ ഒരുമിച്ച് ചേർന്ന് ഒരേ കാറ്റഗറിയിൽ റിപ്പീറ്റേഷൻ വരാതെ എന്ന് പറഞ്ഞാൽ ഒരു കാറ്റഗറിയിൽ നിന്ന് ഒരാൾ, അങ്ങനെയുള്ള ബിസിനസ്സുകാർ ചേർന്ന് പരസ്പരം ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്തെടുക്കുകയും റഫറൽസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമ്മളെ കൂടെയുള്ള ബിസിനസ്സുകാർക്കുള്ള റഫറൽസ്, നമ്മളെ പരിചയത്തിനും ബന്ധങ്ങൾക്കുള്ള റഫറൽസ് കൂടുന്നതുകൊണ്ട് ബിസിനസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രവർത്തന രീതിയിൽ. പ്രധാനമായിട്ടും ഒന്ന്, ഇതിൽ മെമ്പറായിട്ടുള്ള ഒരാളുടെ ബിസിനസ് ബാക്കിയുള്ളവരൊക്കെ സ്വന്തം ബിസിനസ് പോലെ തന്നെ പ്രൊമോട്ട് ചെയ്ത് അതിലേക്ക് കസ്റ്റമേഴ്സിന് എത്തിക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഓരോ ചാപ്റ്ററിലും ഒരു കാറ്റഗറിയിൽ ഒരാളെ ഉണ്ടാവും. മൂന്നാമത്തെ, നമ്മൾ എല്ലാ ആഴ്ചയും രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗ് ഉണ്ടാവും. ഇപ്പോൾ വെള്ളിയാഴ്ച ഈ BNI ഫാസ്റ്റേഴ്സിൻ്റെ മീറ്റിംഗ് വെള്ളിയാഴ്ചയാണ്. എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗ് ഉണ്ടാവും. മീറ്റിംഗ് എന്ന് പറയുന്നത് അതൊരു ബിസിനസ് ട്രാൻസാക്ഷൻ മീറ്റിംഗ് ആണ്. നമ്മൾ റഫറൽ പാസ് ചെയ്യുകയും കിട്ടിയ റഫറൻസിന് തിരിച്ചൊരു താങ്ക് യു പറയുകയും ഇതിൽ കമ്മീഷനോ ഇൻസെൻറ്റീവോ അങ്ങനെയുള്ള യാതൊരു ഇടപാടുകളും ഇല്ല. അടുത്ത 6 മാസം കൊണ്ട് 25 കോടി രൂപയുടെ ബിസിനസ് നടത്തുക എന്നതാണ് ലക്ഷ്യമെന്നും പുതിയ ഭാരവാഹികൾ സൂചിപ്പിച്ചു. വാർത്താ സമ്മേളനത്തിൽ BNI എക്സിക്യൂട്ടീവ് ഡയറക്ടർ CP അബ്ദുൽ സലാം, P അലി ഇക്ബാൽ, KC ശ്രീരാജ്, ലീന പരമേശ്വരൻ, MK അബ്ദുൾ റഹ്മാൻ, K ദിനേശ്,
സി സേതലവി എന്നിവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു. പട്ടാമ്പിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു സംഘടനയല്ല ഈ BNI പറഞ്ഞാൽ നമുക്ക് അത്രയും വൈഡായിട്ടുള്ള ഒരു സ്കോപ്പ് ഉള്ളത്. നമുക്ക് ഇപ്പോൾ പാലക്കാട് ജില്ലയിൽ തന്നെ 10 ചാപ്റ്റേഴ്സ് ഉണ്ട്. നമുക്ക് ഈ ഒരു പട്ടാമ്പിയിൽ നിന്ന് മാത്രം ഉള്ള മെമ്പേഴ്സിൻ്റെ മാത്രമായിരിക്കില്ല ബിസിനസ് വരുന്നത്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മണ്ണാർക്കാട് നിന്ന്, ഒറ്റപ്പാലത്ത് നിന്ന്, പാലക്കാട് നിന്നൊക്കെ ബിസിനസ് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ചാപ്റ്ററിൽ എൻ്റെ കാറ്റഗറിയിൽ വേറെ ആരും ഇല്ലയെന്നുണ്ടെങ്കിൽ അവർ ആ ബിസിനസ് BNIയിലേക്കാണ് എപ്പോഴും കൂടുതൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് പ്രിഫർ ചെയ്യുക. BNI മെമ്പേഴ്സിനാണ്. ഇപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഈ ചാപ്റ്ററിലുള്ള ഒരു മെമ്പർ ഇപ്പോൾ നോർമലി ഇവിടെ കോയമ്പത്തൂരിൽ നിന്ന് പർച്ചേസ് ചെയ്തിരുന്നതാണ്. ആ ഒരു മെമ്പർക്ക് ഇപ്പോൾ ഒരു BNI മെമ്പറാണ് എന്നുള്ളതുകൊണ്ട് മാത്രം അവിടെ ആ ഒരു കോയമ്പത്തൂർ പോയ ടൈമിൽ വിസിറ്റിംഗ് കാർഡിലുള്ള ഒരു BNI മെമ്പർ എന്നുള്ള ഒരു ഇത് കണ്ടതിൻ്റെ ഇതുകൊണ്ട് മാത്രം ഇപ്പോൾ ഗുജറാത്തിൽ നിന്ന് അവരുടെ ഡയറക്റ്റ് ഫാക്ടറിയിൽ നിന്ന് അത് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാനുള്ള ഒരു സ്കോപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഈ ഒരു BNI മെമ്പർ എന്നുള്ള ഇതുകൊണ്ട് മാത്രം കിട്ടിയൊരു സംഭവമാണ്. പെരിങ്ങോട് വട്ടപ്പറമ്പ് ഭഗവതി ക്ഷേത്രത്തിൽ ലക്ഷം ദീപം തെളിഞ്ഞു. നവായജ്ഞത്തിന്റെ സമാപനത്തിന്റെ ഭാഗമായാണ് ലക്ഷദീപ സമർപ്പണം നടത്തിയത്. തത്വരസികൻ പ്രസാദ പുളിക്കലിന്റെ കാർമ്മികത്വത്തിൽ നടന്ന ദേവി ഭാഗവത നവാഹയജ്ഞം വ്യാഴാഴ്ച സമാപിച്ചു. തുടർന്ന് വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം നടന്ന ചടങ്ങിൽ പൂമുള്ളിമന വാസുദേവൻ നമ്പൂതിരിപ്പാട് ആദ്യ ദീപം തെളിയിച്ചു. തുടർന്ന് ക്ഷേത്രത്തിന് ചുറ്റും തയ്യാറാക്കിയ ചിരാതുകളിലേക്ക് ഭക്തർ ദീപം പകർന്നു. നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു. ഇതോടെ നിലവാര വിശേഷങ്ങൾ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.